ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വെറൈറ്റി സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സേമിയ പായസത്തിൽ എന്താണ് വെറൈറ്റി എന്നല്ലേ, ഇത് ക്യാരമലൈസ് ചെയ്ത മെത്തേഡിലാണ് സേമിയ പായസം ഉണ്ടാക്കുന്നത്. കൂടാതെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം സേമിയ പൊട്ടിച്ചെടുത്ത് നെയ്യിൽ നല്ലതുപോലെ വറുത്ത് മാറ്റി വയ്ക്കുക. പായസം ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര എടുക്കുക, അതിൻ്റെ 1/4 ഭാഗം ക്യാരമലൈസ് ചെയ്യുക. പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുന്നതിന് ചൂട് കെട്ടിയുള്ള ഒരു പാത്രത്തിൽ പഞ്ചസാര ഇടുക. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഉരുക്കിയെടുക്കുക. ഈ ക്യാരമൽ മിശ്രിതത്തിലേക്ക് ചൂടുള്ള പാലും വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നേരത്തെ വറുത്തു മാറ്റി വെച്ച സേമിയ കൂടി ചേർത്ത് 20-25 മിനിറ്റ് നേരം കുക്ക് ചെയ്യുക. ഇനിയാണ് ആ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഒരു സ്പൂൺ ബൂസ്റ്റ് എടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് അതുകൂടെ ചേർക്കുക. നേരിട്ട് ചേർക്കരുത്, നേരിട്ട് ചേർത്താൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഒരു പിഞ്ച് പൊടിച്ച ഏലക്ക കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി വീണ്ടും ഒരു 10-15 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത് നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്.